പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സ് ഇത്രയ്ക്ക് ശക്തമാണോ? തീർച്ചയായിട്ടും. ആണോ? പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ജോസഫ് മർഫിയുടെ ഒരു പുസ്തകമുണ്ട്. അതുപോലെ ദ സീക്രട്ട് എന്ന് പറയുന്ന റോണ്ടമോൻ്റെ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഈ ബെഡ്റിഡനായി കിടന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു. അപ്പോൾ അന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പിൽ വായിക്കുമ്പോൾ ഡോക്ടർ പറയും, ഇനിയിപ്പോൾ കഴുത്തും കൂടെ ഇതാക്കല്ലേ, പുസ്തകങ്ങളൊന്നും വായിക്കരുത്, അടങ്ങിയിരിക്കുന്നു പറയും. പക്ഷേ ഞാൻ അപ്പോഴും എനിക്ക് വളരെ എന്തെങ്കിലും ചെയ്ത് എനിക്ക് അന്ന് എഴുന്നേറ്റേ പറ്റൂ. കാര്യം കിടപ്പിൽ കിടന്നു പോയ ജീവിതം അവിടെ ആയില്ലേ, മക്കൾ ചെറുത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചു വീണാം. ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിന് കാശുചിലവൊന്നുമില്ലല്ലോ, എന്തായാലും ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ, എൻ്റെ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അവളുടെ അടുത്ത് ഞാൻ ആദ്യം പറയടി, ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്, നീ ചെയ്ത് നോക്ക്. അവൾക്ക് ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആകാൻ തുടങ്ങി. അവളുടെ മകൾക്ക് UK പോകണം, സെറ്റിൽ ആവണം, അവളുടെ ആഗ്രഹമായിരുന്നു. അവൾക്ക് പോകാൻ പറ്റി. അവൾക്ക് ഫിനാൻഷ്യലി എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അവളുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി. അതുപോലെ എനിക്കും ഓരോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആർക്ക് പഠിപ്പിച്ചു കൊടുത്താലും വർക്കാവും. അങ്ങനെ ലൈഫിൽ നമ്മൾ സ്വയം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ട്, അത് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലേ, നിങ്ങൾക്ക് വെള്ള പേപ്പറിൽ ടീച്ചറമ്മ എഴുതി ഒപ്പിട്ട് തരും, നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കുന്നു. മാറിയില്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണം എന്താ ടീച്ചറമ്മ മാറാത്തത്. 5 വർഷം, ഇതിപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ അടുത്ത് ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല. കാര്യം എന്താ, അത് അപ്ലൈ ചെയ്താൽ അവർക്കും അറിയാം റിസൾട്ട് കിട്ടും. പിന്നെ പ്രാക്ടീസ് ചിലർ എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ആർ നോട്ട് ഗോഡ്. നമ്മൾ എന്താ പറയുക, ഗുരുവാണ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് അറിവ് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ആ അറിവിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ആ ഒരു ഹാപ്പിനെസ് എന്നും തുടരാനും അവർക്ക് എത്ര സക്സസ് വേണമെങ്കിലും അട്രാക്ട് ചെയ്യാനും പറ്റും.